വെൽക്കം ടു ഇഹം അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാനുഫാക്ചറിങ് ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മാനുഫാക്ചറിങ് പ്രോസസ്? So by definition, we can say it's a process of converting raw material into a finished product. More specifically, we can say it's a process of value addition to a raw material. എന്തെങ്കിലും ഒരു റോ മെറ്റീരിയലിലേക്ക് ഒരു വാല്യൂ അഡീഷൻ നടത്തുന്ന പ്രോസസ്സാണ് ബേസിക്കലി എന്താ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ക്യൂബിക്കൽ ഒരു ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മെഷീനിങ് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പല പല പ്രോസസ്സുകൾ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഞാനിവിടെ ഒരു ചെറിയ നോച്ച് പ്രൊവൈഡ് ചെയ്യാണ്, എനിക്കിവിടെ ഒരു ഗ്രൂ വേണം. സോ 3 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ബ്ലോക്ക്. ആ ബ്ലോക്കിലേക്ക് ഒരു ഗ്രൂ ആഡ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻ, ഇതൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ലേറ്റ് ബെഡിൽ ഒരു ഗേറ്റ് വേ ആയിട്ടോ മറ്റെന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് എസ്പെഷ്യലി വി ഗ്രൂവ് ആയിട്ട് നമുക്കൊരു ലൊക്കേഷന് വേണ്ടിയോ എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻ, ഇനിഷ്യലി ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്തു, സം വാല്യൂ ആഡഡ്, സം മോർ വാല്യൂസ് ആഡഡ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോർ പ്രൈസ്ലി അല്ലെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയി മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക എപ്പോഴും അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് എ വാല്യൂ അഡിഷൻ പ്രോസസ് ടു എ റോ മെറ്റീരിയൽ. ദാറ്റ്സ് എ ബേസിക് ഡെഫിനേഷൻ. നൗ come to the classification. What are the topics we have to study under the manufacturing process? ഏതൊക്കെ പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് കാസ്റ്റിംഗ് പ്രോസസ്സാണ്. കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. ദെൻ ഫാബ്രിക്കേഷൻ. സോ ഫാബ്രിക്കേഷൻ എന്നുള്ള വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അലൂമിനിയം ഫാബ്രിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സം ജോയിൻറ്റ്സ് നമ്മൾ കുറച്ച് എന്താ സംഭവിക്കുക, കുറച്ച് ആവശ്യമുള്ള എലമെൻറ്റ്സ് ചില ഫാസ്റ്റനേഴ്സ് ഉപയോഗിച്ചിട്ടോ പെർമനൻറ്റ് ഓർ ടെമ്പററി ഫാസ്റ്റനേഴ്സ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, അതിനെ ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാബ്രിക്കേഷൻ പ്രോസസ്സ്. സോ വെൽഡിങ് അതേപോലെ ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം എന്തിൽ വരും, ഫാബ്രിക്കേഷനിൽ വരും. ദെൻ അനദർ തിങ് ഈസ് ഫോമിംഗ് പ്രോസസ്സ്. സോ ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ അതെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഒരു ഒബ്ജക്റ്റിനെ ഒരു റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് എന്താ പറയുക, ഫോമിംഗ്. ഫോർ എക്സാമ്പിൾ ഫോർജിങ്, റോളിംഗ്, ഇവയെല്ലാം എന്തിൽ ക്ലാസിഫിക്കേഷനിൽ വരും, ഫോമിംഗ് പ്രോസസ്സിലേക്ക് വരും. അനദർ മാനുഫാക്ചറിങ് പ്രോസസ് മെറ്റീരിയൽ റിമൂവൽ. സോ ഡെഫിനറ്റ്ലി വി വിൽ റിമൂവ് സം മെറ്റീരിയൽ. അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് മാനുഫാക്ചറിങ് പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു പ്ലേറ്റോ ഒരു സ്ലാബോ എന്തെങ്കിലും ഉണ്ടെന്നിരിക്കുക. ഇവിടെ നമുക്ക് ഇതിനകത്ത് കുറച്ച് വർക്ക് പീസ് പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബോൾസ് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹോൾസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോസസ്സിന് എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഈ പ്ലേറ്റിൻ്റെ മെറ്റീരിയൽ എന്തായിരുന്നു, ആ മെറ്റീരിയലിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ്സ് എ മെറ്റീരിയൽ റിമൂവൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്. സോ ഇതാണ് നമുക്കിവിടെ ക്ലാസിഫൈ ചെയ്യാനുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ്. നൗ കമ്മിങ് ടു ദ കാസ്റ്റിംഗ്. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ കാസ്റ്റിംഗ് ആണ്. സോ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് മോൾട്ടൺ മെറ്റൽ വിൽ ബി അലൗഡ് ടു സോൾഡിഫൈ ഇൻ എ പ്രീ ഡിഫൈൻഡ് മോൾഡ് ക്യാവിറ്റി. ആഫ്റ്റർ ദ സോൾഡിഫിക്കേഷൻ ബൈ ബ്രേക്കിംഗ് ദ മോൾഡ് റിക്വയർഡ് ഷേപ്പ് ഓഫ് ദ ഓബ്ജക്റ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോ ടേംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു മോൾട്ടൺ മെറ്റലിനെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ക്യാവിറ്റി, അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്യാവിറ്റി, ആവശ്യമുള്ളൊരു ക്യാവിറ്റിയിൽ നമ്മൾ പോർ ചെയ്ത് വെക്കുകയും ആഫ്റ്റർ വി വിൽ അലൗ ടു സോൾഡിഫൈ, അതിനെ സോൾഡിഫൈ ചെയ്തെടുക്കും. അതിനുശേഷം ആ മോൾഡ്, അതായത് നമ്മൾ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്ത സംഭവം ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിമോളിഷ് ചെയ്ത് കളയും. ആ സോൾഡിഫൈ ചെയ്തതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റായിട്ട് മാറാം. ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കാം. നോക്കി, ഇവിടെ ഒരു കൺഫൈൻഡ് പോർഷൻ, ഞാനൊരു ക്ലോസ്ഡ് സൈഡ് വരച്ചതേ ഉള്ളൂ, ഒരു ക്ലോസ്ഡ് പ്ലേസ് വരച്ചതേ ഉള്ളൂ. ഇതിനുള്ളിൽ ഒരു ക്യാവിറ്റി, സം ക്യാവിറ്റീസ് ദെയർ. ആ ക്യാവിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മെറ്റൽ പോർ ചെയ്യണം. സോ മെറ്റൽ പോർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസേജ് കൊടുക്കേണ്ടി വരും. സോ ആ പാസേജ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ആ പാസേജിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ക്രൂസിബിൾ ഉപയോഗിച്ചോ മറ്റും എന്ത് ചെയ്യാൻ പോവുക, ഒരു മെറ്റൽ, റെഡ് ഹോട്ട് മെറ്റൽ എന്ത് ചെയ്യാൻ പോവുക, പോർ ചെയ്യാൻ പോവാണ്. സോ അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഫ്ലോ ചെയ്ത് എവിടെ വരും, ഈ ക്യാവിറ്റിയിലേക്ക് വരും. സോ ദ ക്യാവിറ്റി ഗെറ്റ് ഫിൽഡ്, അത് നിറഞ്ഞുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമ്മൾ എന്ത് ചെയ്യും, സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി സഹായിച്ചു കൊടുക്കും. സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, വി വിൽ
ഡിമോളിഷ് ദിസ്. ഈ ചുറ്റുമുള്ള ഈ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതങ്ങ് തകർത്ത് കളയും. ബാക്കി നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം, ഇങ്ങനൊരു ഭാഗമായിരിക്കണം. ഇതെന്താ, ഇവിടെയും മോൾട്ടൻ മെറ്റൽ എന്ത് പറ്റുന്നുണ്ട്, സോൾഡിഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി മറ്റ് എലമെൻസും ഉണ്ട്, ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് വരച്ചതേ ഉള്ളൂ. സോ ആഫ്റ്റർ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കളയും. നമുക്ക് എന്ത് മതി, ഈ ഒരു പോർഷൻ മതി. സോ ദിസ് ഈസ് ദ കാസ്റ്റ് പ്രോഡക്റ്റ്. ഇതാണ് ബേസിക്കലി കാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് എ സിമ്പിൾ വേ ഓഫ് റെപ്രസെൻറ്റിങ് ദിസ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൂൾ ആവശ്യമുണ്ട്. അത് തന്നെ നമ്മളെന്ത് പറയും, പാറ്റേൺ എന്ന് പറയും. ഇനി ഇതിന് ചുറ്റും ഫില്ല് ചെയ്ത് വെക്കുന്ന സാധനം, അത് നമുക്ക് എന്താ പറയുക, ആ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് കാൾഡ് മോൾഡ് സാൻഡ്. മോൾഡ് സാൻഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ദെൻ ഇങ്ങനെയുള്ള പാത്ത് കട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ചില ടൂൾസ് ഉപയോഗിക്കും. ദാറ്റ്സ് വിൽ ഫൗണ്ടറി ടൂൾസ്. സം ഫൗണ്ടറി ടൂൾസ് വിൽ ബി യൂസ്. നമ്മൾ വരുന്ന വഴിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഞാൻ എൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാണ്. കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വളരെ പഴക്കം ചെന്ന ഒരു പ്രോസസ്സാണ്. BC തൊട്ടേ നമ്മൾ യൂസ് ചെയ്തു പോരുന്ന ഒരു പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ചില അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് കോംപ്ലക്സ് ഷേപ്പ് ക്യാൻ ബി ഈസിലി പ്രൊഡ്യൂസ്ഡ്. അതാണ് പ്രത്യേകത. വളരെ ചീപ്പായും വളരെ ലെസ് എക്സ്പെൻസീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ആ അഡ്വാൻറ്റേജാണ് ആദ്യം ഞാൻ പറഞ്ഞേക്കുന്നത്. കോംപ്ലക്സ് ഷേപ്പ് ഓഫ് ഒബ്ജക്ട് ക്യാൻ ബി ഈസിലി പ്രൊഡ്യൂസ്, ഇസ് ലെസ് എക്സ്പെൻസീവ് പ്രോസസ്. ദെൻ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ചില മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഫോർജിങ് ഓപ്പറേഷൻ നടത്തുമ്പോഴത്തേക്ക് മെറ്റീരിയൽ സഫിഷ്യൻ ഡക്റ്റിലിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു പാർട്സ്. അത് തവിടുപൊടിയായി പോകും. അതേസമയത്ത് ആ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് പറ്റില്ല. അതേസമയത്ത് മറ്റ് ചില പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയൽ മാത്രമേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് എ അഡ്വാൻറ്റേജ് ഹിയർ. നമുക്ക് ഏത് നേച്ചർ ആയാലും ശരി എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലാർജ് സൈസ് ഓബ്ജക്റ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ കാസ്റ്റിംഗ് ഓൺലി. വളരെ വലിയ സൈസുള്ള ഒബ്ജക്റ്റ്, അതായത് മെഷീൻ ബെഡിൻ്റെ വൈബ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷീൻ അടിയിൽ ഒരു ലേത്ത് ബെഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് കാസ്റ്റിംഗ് വഴിയേ ഉപയോഗിക്കാറുള്ളൂ. പിറ്റ് കാസ്റ്റിംഗ് ഉപയോഗിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അതേപോലെ വലിയ വലിയ ബ്ലോക്സ്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് വെച്ച് ചെയ്യാറ്, കാസ്റ്റിംഗ് വെച്ച് ചെയ്യാറ്. മറ്റ് പ്രോസസ്സുകളൊന്നും ഇതിന് സ്യൂട്ടബിൾ ആയി മാറില്ല. സോ ദീസ് ആർ ദ ബേസിക് അഡ്വാൻറ്റേജസ് വി ഹാവ്. പക്ഷേ അതോടുകൂടി തന്നെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റേഷൻസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനോ. വൺ തിങ്, ഗ്യാസ് ഡിഫക്റ്റ്. നമ്മളിവിടെ മോൾട്ടൺ മെറ്റലാണ് ഉപയോഗിക്കാം. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴത്തേക്ക് വളരെയധികം മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ സോളിഡ് സ്റ്റേറ്റിലെ ആറ്റംസ് എല്ലാം അടുത്തടുത്ത രീതിയിൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അതേസമയത്ത് ഇതൊരു മോൾട്ടൺ സ്റ്റേജിലേക്ക് മാറുവാണെങ്കിൽ ദ ആറ്റംസ് വിൽ ബി ഇൻ മോർ ഇൻ്റർ മോളിക്കുലാർ സ്പേസ്. വളരെ അധികം സ്പേസ് ഇതുണ്ടാവും, ഇതിനിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലേ. സോ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് മോൾട്ടൺ മെറ്റൽ ഈസ് മോർ കമ്പയർഡ് ടു ഇൻ സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് സോളിഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസ് തിരിച്ചും പോകാറുണ്ടല്ലോ ആണ്. അപ്പോൾ ഈ ഗ്യാസ് കാരണം അതിൻ്റെ അബ്സോർപ്ഷനും അതേപോലെ തിരിച്ച് റിലീസ് ചെയ്യുന്നതും കാരണം ഉണ്ടാകുന്ന ചില ഡിഫക്ട്സിനകത്ത് അൺഅവോയ്ഡബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, ഗ്യാസ് ഡിഫക്ട്സ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കും, വി ഹാവ് ടു റെഡ്യൂസ് ദിസ് ഗ്യാസ് ഡിഫക്ട്സ്. നൗ കം ടു അനദർ ലിമിറ്റേഷൻ, ദാറ്റ് ഈസ് എ നോൺ യൂണിഫോം കൂളിംഗ് റിസൾട്ട്, നോൺ യൂണിഫോം മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഒരു ഫിഗർ വരച്ചിരുന്നു ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ കാസ്റ്റിങ്ങിന് വേണ്ടി നമ്മളൊരു മോൾഡ് പ്രിപ്പയർ ചെയ്യും. ആ മോൾഡ് ക്യാവിറ്റിക്കേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, ഈ മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാൻഡ് എന്ന് പറയുന്ന റൂം ടെമ്പറേച്ചറിലായിരിക്കും ഇരിക്കുക. അതായത് ചുറ്റുമുള്ള പോർഷൻ, അതായത് ഈ സാൻഡ് പാർട്ടിക്കിൾ, ഞാൻ യെല്ലോ ഡോട്ട്സ് കാണിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറുള്ള മോൾട്ടൺ മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് വി നോ ഇറ്റ്സ് എ ഹയർ ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ അയണൊക്കെ ആണെങ്കിൽ എബോ 1537 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഉണ്ടാവും, ഫെറസ് മെറ്റീരിയൽ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇത് സഡൻലി കമ്മിങ് ടു കോൺടാക്ട് വിത്ത് ദ സാൻഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ, ദർ ഇസ് എ ലാർജ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ സാൻഡുമായിട്ട് കോൺടാക്ട് വരുന്നു അവിടെ എല്ലാം എന്തുണ്ടാവും, ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് തന്നെ അവിടെ സോളിഡിഫിക്കേഷൻ സംഭവിക്കും. സോ വീനോ പെട്ടെന്ന് സോളിഡിഫൈ ആണെങ്കിൽ അവിടുത്തെ ഗ്രെയിൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, വളരെ ഫൈനായിട്ടായിരിക്കും എന്തുണ്ടാവുക, ഗ്രെയിൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഞാനാണെങ്കിൽ
ഒരു ഫിഗറും കൂടെ വരയ്ക്കുക, നമ്മുടെ കാസ്റ്റിംഗ് പ്രോഡക്റ്റ് മാത്രം വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ സർഫസിനുള്ള അടുത്തുള്ള പോർഷനിലെ മോളിക്കുലർ അല്ലെങ്കിൽ ഗ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഫൈൻ ആൻഡ് ഇക്വാക്സ്ഡ് ആയിരിക്കും. ദാറ്റ്സ് നേച്ചർ. അതേസമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഇവിടെ ഗ്രെയിൻ സ്ട്രക്ചർ ഉണ്ടായി, പതുക്കെ ഈ സാൻഡ് എന്താവും ഹീറ്റഡ് അപ്പം, ദിസ് പോർഷൻ വിൽ ബി ഹീറ്റഡ് അപ്പ്. ഇത് പതുക്കെ ഹീറ്റ് കൂടി വരികയാണ്. അങ്ങനെയാണ് എന്ത് പറ്റും, ഇവിടുത്തെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വീണ്ടും കുറയുകയാണ്. സോ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കുറഞ്ഞു വരുവാണെങ്കിൽ പതുക്കെ എന്തുണ്ടാവും, ഗ്രെയിൻ സ്ട്രക്ചർ അതായത് ഗ്രെയിൻ ഗ്രോത്ത് സംഭവിക്കും. കുറച്ചും കൂടെ വലിയ ഗ്രെയിൻസ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിന് ശേഷം അത് അഡ്ജസ്റ്റൻ ടു മോൾഡ് ക്യാവിറ്റി സർഫസിന് ശേഷം ഉണ്ടാകുന്ന എന്തായിരിക്കും, കുറച്ച് വലിയ ഗ്രെയിൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇങ്ങനെ എന്തുണ്ടാവും, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യും. സോ ഈ ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയാം, കോളമിനാർ. അത് കോളമിനാർ ഗ്രെയിൻസ് ഗ്രോത്ത് ആയിരിക്കും എന്തുണ്ടാവുക, അല്ലെങ്കിൽ ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ടു ഫൈൻ ഇക്വാക്സ്ഡ് ഗ്രെയിൻസിനുണ്ടാവും. അതിനുശേഷം അലോയ്സ് ആണെങ്കിൽ, പ്യുവർ മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ദർ വിൽ ബി എ സിമെട്രിക് ആയിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേസമയത്ത് ഒരു അലോയി ആണെങ്കിൽ, സോ സപ്പോസ് ദർ ഈസ് എൻ അലോയ്, ഈ ഫൈൻ ഗ്രെയിൻസ് എവിടെ ഉണ്ടാവും, സർഫസിലും ഉണ്ടാവും. അതിനുശേഷം കോളമിനാർ ഉണ്ടാവും. സോ കോളമിനാർ ഡയറക്ഷണൽ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ഈ കോളമിനാർ ഇതുണ്ടാവും. അതായത് ഈ ട്രാൻസ്ഫർ മാക്സിമം ഇങ്ങോട്ട് ഉണ്ടാവുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുക ഗ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവുന്നത്. സോ കോളമിനാർ ഗ്രെയിൻ വിൽ ബി ഡെവലപ്പ്. അതിനുശേഷം ഇവിടെ കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള ഇക്വാക്സ്ഡ് ഗ്രെയിൻസ് എവിടെ ജനറേറ്റ് ചെയ്യും, സെൻട്രൽ ജനറേറ്റ് ചെയ്യും. ദാറ്റ്സ് ഫോർ ദ അലോയ്സിന് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അതേസമയത്ത് പ്യുവർ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ കോളമിനാർ ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക, അകത്തേക്ക് ഉണ്ടാവും ഫോർ ദ കാസ്റ്റിംഗ് പ്രോഡക്റ്റ്. ദിസ് ഇസ് ഫോർ പ്യുവർ മെറ്റൽ. വേറെ അലോയ്സിനാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, അകത്ത് കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള ഇക്വാക്സ്ഡ് grain growth will be there, more grains will be there as a result. So another thing, that's a surface finish of the cast product is less. That's another problem. സർഫസ് ഫിനിഷ് എന്തായാലും കുറച്ച് റഫ് ആയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ മോൾഡ് ക്യാവിറ്റി അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് യൂസിങ് സാൻഡാണ്. സോ സാൻഡ് ആകുമ്പോൾ ഒരു ഡെഫിനറ്റ് സൈസ് ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എന്തുകൊണ്ടാണ് അതിന് ഒരു ഡെഫിനറ്റ് സൈസ് വേണ്ടത്. സം പെർമിയബിലിറ്റി, സം മോൾഡ് പ്രോപ്പർട്ടി ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ആ ഒരു ഇത് കാരണം പ്രസൻസ് ഓഫ് ഫൈൻ സാൻഡ്സ് ഈവൻ ഫൈൻ സാൻഡ്സ് ആണെങ്കിലും സം ഗ്രെയിൻ സൈസ് ഉണ്ടായിരിക്കും. ഈ ഗ്രെയിൻ സൈസിലേക്ക് ഇവിടെ ഒരിക്കലും ഇതുണ്ടാകത്തില്ല, സ്മൂത്ത് സർഫസ് ആയിരിക്കത്തില്ല. ഡെഫിനറ്റ്ലി നമ്മൾ പോർ ചെയ്യുന്ന മെറ്റൽ അതായത് എങ്ങോട്ടേക്ക് കയറുന്നുണ്ടാവും, ഈ ഉള്ള ചെറിയ ഗ്യാപ്സിലേക്ക് എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ടാവും. സോ പിന്നെ മൈക്രോസ്കോപ്പിക് ലെവൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഇങ്ങനെ ഒരു ഹാൻഡിലേറ്റിംഗ്, ഒരു എന്താ പറയുക, നിരപ്പായിരിക്കത്തില്ല, സ്ട്രൈറ്റ് ഒരു ഫിനിഷ്ഡ് രീതിയിലായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഫൈനൽ കാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സബ്ജക്റ്റ് ടു മെഷീനിങ് പ്രോസസ്സ്. മെഷീനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ, നമ്മുടേതായ റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ദിസ് ഷുഡ് അണ്ടർഗോ മെഷീനിങ്. ഇത് മെഷീൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു സ്മൂത്ത് സർഫസ് ആക്കി എടുക്കാൻ പറ്റും. സോ വി ക്യാൻ സബ്ജക്റ്റ് ടു സം മെക്കാനിക്കൽ ആപ്ലിക്കേഷൻസ്. സോ ടൂൾസ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോർഷനാണ് പാറ്റേൺ. സോ ഇറ്റ്സ് എ റെപ്ലിക്ക ഓഫ് ഫൈനൽ കാസ്റ്റിംഗ് ടു ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് സം അലവൻസസ്. അതായത് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട കാസ്റ്റ് പ്രോഡക്റ്റിൻ്റെ എക്സാക്റ്റ് കോപ്പി ഒരിക്കലും ആയിരിക്കത്തില്ല. ഇറ്റ്സ് റെപ്ലിക്ക വിത്ത് സം അലവൻസസ്. ആ അലവൻസസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ചില മാറ്റങ്ങൾ സൈസിലും ഷേപ്പിലും മറ്റ് ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്വയർഡ് കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഡ്യൂ ടു ദ മാനുഫാക്ചറിങ് ഡിഫിക്കൽട്ടീസ്. ആ മാനുഫാക്ചറിങ് ബാരിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അലവൻസസ് പ്രൊവൈഡഡ് ഓൺ ദ പാറ്റേൺ നമുക്ക് 3-4 പഠിക്കാനുണ്ട്. ആദ്യത്തത് ശ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ അലവൻസസ്, ദെൻ ഡ്രാഫ്റ്റ് ഓർ ടേപ്പർ അലവൻസസ്, തേർഡ് വൺ ഈസ് മെഷീനിങ് ഓർ ഫിനിഷിംഗ് അലവൻസസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് മെഷീനിങ് ചെയ്യണം. സോ സം അലവൻസസ് ഷുഡ് ബി പ്രൊവൈഡ് ഇൻ ദ പാറ്റേൺ. അപ്പോൾ ഡിസ്റ്റോർഷൻസ് ഓർ ക്യാമ്പർ അലവൻസസ് ഇസ് ദ ഫോർത്ത് വൺ. ക്ലാസ് പഠിക്കാനുള്ളത് ഡിസ്റ്റോർഷൻ ഓർ ക്യാമ്പർ അലവൻസസ്. സോ ആദ്യമായി നമുക്ക് ശ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ അലവൻസ് ഡിസ്കസ് ചെയ്യാം.
So shrinkage happening when the molten metal is trying to solidify from the when cooling from the pouring temperature to the room temperature. So അതൊരു സീരീസ് ഓഫ് സീക്വൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു പ്യുവർ മെറ്റലിൻ്റെ കൂളിംഗ് കർവ് വരയ്ക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചർ വേഴ്സസ് ടൈം കർവ് വരയ്ക്കുകയാണെങ്കിൽ, നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഒരു മോൾട്ടൺ മെറ്റൽ യൂസ് ചെയ്യണം. സോ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, എക്സ്പെഷ്യലി അതിന് നമ്മൾ പറയുന്നത് പോറിംഗ് ടെമ്പറേച്ചർ എന്നാണ് പറയാം. സോ പോറിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹയർ ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. കാര്യം ഒരു സൂപ്പർ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നമ്മളത് കുറച്ചും കൂടെ ഹീറ്റ് അതിന് കൊടുത്തേ പറ്റും. അതിൻ്റെ ബേസിക് റീസൺ ഇതാണ്. നമ്മുടെ ഫർണസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഷോപ്പിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് നമ്മൾ കാസ്റ്റിംഗ് അല്ലെങ്കിൽ മോൾഡിങ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ദെയർ വിൽ ബി സം ട്രാൻസ്മിഷൻ ടൈം. ആ ട്രാൻസ്മിഷൻ ടൈമിനുള്ളിൽ തന്നെ എന്തുണ്ടാവാൻ പാടില്ല, നമ്മൾ മെൽറ്റ് ചെയ്ത് നമ്മുടെ മെറ്റൽ അതൊരിക്കലും സോൾഡിഫൈ ചെയ്ത് പോകാൻ പാടില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡസ്ട്രി. അവിടെ നമ്മൾ കുറച്ച് ഒരു സൂപ്പർ ഹീറ്റിംഗ് കൊടുക്കാറുണ്ട്. ആ സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ് ഡെൽറ്റ ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ സമ്മായിരിക്കും എന്താ, പോറിംഗ് ടെമ്പറേച്ചർ. സോ പോറിംഗ് ടെമ്പറേച്ചറിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്യാവിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് യൂസിങ് സം ഗേറ്റിംഗ് എലമെൻറ്റ്സ്. സോ അങ്ങനെയാണെങ്കിൽ അറ്റ് ദ ടൈം ഇൻക്രീസസ് എന്ത് സംഭവിക്കുക, ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇറ്റ് വിൽ ഗെറ്റിംഗ് കൂൾഡ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് സോൾഡിഫൈ. ഇതൊരു പ്യുവർ മെറ്റലിൻ്റെ കേസാണ് പറയുന്നത്. ഒരു പ്യുവർ മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ടൈം ടെമ്പറേച്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറ്റുക, ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇറ്റ് വിൽ കൺവേർട്ട് ഓൺ ടു സോളിഡ്. സോ ഇവിടെ ലിക്വിഡ് ആയിരുന്നെങ്കിൽ അത് ഈ ടെമ്പറേച്ചറിലുള്ള സോൾഡായിട്ട് സോൾഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് അത് എന്ത് ചെയ്യും, വീണ്ടും കൂൾ ചെയ്ത് ആംബിയൻ ടെമ്പറേച്ചറിലേക്കും റൂം ടെമ്പറേച്ചറിലേക്ക് പോകുന്നുണ്ടാവും. So this is a pouring temperature point and this is corresponding solidification temperature. Now coming to ambient temperature. അതിനെ നമ്മൾ ഡോട്ടായിട്ട് കാണിക്കും, ആംബിയൻ ടെമ്പറേച്ചറായിട്ട് മാറും. സോ ദിസ് ഇസ് സീക്വൻസ്. അപ്പോൾ ഈ സ്ട്രിങ്കേജ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ സിറ്റുവേഷനിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് പോറിംഗ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മെറ്റൽ ഒരു സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിൽ വരുമ്പോഴത്തേക്ക് ദർ വിൽ ബി ലിക്വിഡ് സ്ട്രിങ്കേജ്. അതായത് ലിക്വിഡിൽ നിന്ന് ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് തുടങ്ങാൻ പോകുന്ന പോയിന്റിലേക്ക് മാറും. സോ ഐ ക്യാൻ റെപ്രസെൻറ്റ് എ ബി സി ഡി എന്ന് പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന പോർഷനിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ലിക്വിഡ് സ്ട്രിങ്കേജ് ആയിരിക്കും ഉണ്ടാവും. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിങ്കേജ് നടക്കുന്നുണ്ട്, അത് ചുരുങ്ങുന്നുണ്ട്. അതിനുശേഷം ബി സി എന്ന് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ദറ്റ്സ് എ സോൾഡിഫിക്കേഷൻ പ്രോസസ്. ലിക്വിഡിൽ നിന്ന് സോൾഡായി മാറിക്കൊണ്ടു. സോ ഇറ്റ്സ് കോൾഡ് സോൾഡിഫിക്കേഷൻ സ്ട്രിങ്കേജ്. സോൾഡിഫിക്കേഷൻ സ്ട്രിങ്കേജ് shrinkage. അതിനുശേഷം നടക്കുന്നത് സി ഡി എന്ന് പറയുന്ന റീജിയനിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ദർ ഇസ് എ സോളിഡ് ശ്രിങ്കേജ്. അത് സോളിഡായിട്ട് മാറിയിട്ടുണ്ട് വെൻ ഇറ്റ്സ് കൂളിംഗ് ഫ്രം സോളിഡിഫിക്കേഷൻ ടെമ്പറേച്ചർ ടു ആംബിയൻ ടെമ്പറേച്ചർ. അവിടെ എന്ത് സംഭവിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ശ്രിങ്കേജ് സംഭവിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് കോൾഡ് ഈ സി ഡി എന്ന് പറയുന്ന പൊസിഷൻ എന്തായിട്ട് വരിക, സോൾഡ് ശ്രിങ്കേജിലേക്ക് വരുന്നുണ്ട്. സോ ശ്രിങ്കേജിൻ്റെ കാരണം നമ്മൾ തെർമൽ സ്ട്രെസ്സും സ്ട്രെയിൻ പോർഷൻ പഠിക്കുമ്പോഴത്തേക്ക് അവിടെ പഠിക്കുന്നതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് ഫിസിക്കൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഈ ഫോമുല നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫോർ എ പർട്ടിക്കുലർ ലെങ്ത് എൽ ആൻഡ് ആൽഫ ഇസ് എ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്തുണ്ടാവുക, എൽ ആൽഫ ഡെൽറ്റ ടി. സോ ടെമ്പറേച്ചർ ഇവിടെ എന്ത് ചെയ്യാൻ സംഭവിക്കുക, താന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അനുസരിച്ച് എന്ത് പറ്റും, എൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് അത് കുറഞ്ഞു വരിക. എക്സ്പാൻഷൻ നേരെ റിവേഴ്സ് പ്രോസസ്, ദാറ്റ് ശ്രിങ്കേജ് ഹാപ്പനിങ്. സോ നോക്കി, ഇതൊരു ലീനിയർ ഡയമെൻഷനായിട്ട് എടുക്കുക നമ്മളെപ്പോഴും. സോ ഓൾവേസ് ദ ശ്രിങ്കേജ് വാല്യൂ ഫോർ എ സോളിഡ് ശ്രിങ്കേജ് വി വിൽ ഓൾവേസ് കൺസിഡർ ഇസ് ചേഞ്ച് ഇൻ ലെങ്ത് പെർ മീറ്റർ. per മീറ്ററിലായിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ വാല്യൂസ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. അതേസമയത്ത് ലിക്വിഡ് സ്ട്രിങ്കേജും സോളിഡിഫിക്കേഷൻ സ്ട്രിങ്കേജ് എപ്പോഴും നമ്മൾ പെർസെൻറ്റേജ് ഓഫ് വോളിയത്തിലായിരിക്കും എന്താ റെപ്രസെൻറ്റ് ചെയ്യുക. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോളിഡ് സ്ട്രിങ്കേജ് എപ്പോഴും per മീറ്ററിലും, അതേപോലെ ലിക്വിഡ് ആൻഡ് സോളിഡിഫിക്കേഷൻ സ്ട്രിങ്കേജ് എപ്പോഴും എന്താ പെർസെൻറ്റേജ് വോളിയത്തിലായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് പ്രോബ്ലത്തിനനുസരിച്ച് പറയും. സംടൈംസ് പ്രോബ്ലത്തിൽ പറയാം സോളിഡ് സ്ട്രിങ്കേജും വോളിയത്തിൽ പറയും, പ്രശ്നമില്ല.
ഇൻ കേസ് സ്പെസിഫൈ ചെയ്തിട്ടെങ്കിൽ ഓൾവേസ് നമ്മൾ എന്താ പറയുക MM/മീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്യുവർ മെറ്റൽ ആസ് വെൽ ആസ് യൂട്ടൈറ്റിക് മെറ്റലിന് നമ്മൾ എന്താ പറയുക, ഒരു സിംഗിൾ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അതൊരു സോൾഡിഫിക്കേഷൻ സംഭവിക്കുന്ന അലോയ് കോൺസ്റ്റിറ്റ്യൂഷനാണ് യൂട്ടൈറ്റിക് കോമ്പോസിഷൻ. സോ യൂട്ടൈറ്റിക് മെറ്റീരിയലിന് നമുക്ക് എന്ത് പറയാം, യൂട്ടൈറ്റിക് അലോയ്ക്ക് നമുക്ക് എന്ത് പറയാം, ഇതേ സ്റ്റേജ് വരയ്ക്കാം. അതേ സമയത്ത് ഒരു അലോയ് ആണെങ്കിൽ, ഫോർ ആൻ അലോയ് അവിടെ എന്ത് സംഭവിക്കുക, ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ട്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു സിംഗിൾ ടെമ്പറേച്ചറിലല്ല എന്ത് സംഭവിക്കുന്നത്, സോൾഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ, ദിസ് ഈസ് എ ലിക്വിഡ് പോർഷൻ, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് സംഭവിക്കുന്നത്, സോൾഡായിട്ട് മാറും. സോ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ഗ്രാഫ് ഫോർ ആൻ അലോയ്. അലോയെ സംബന്ധിച്ച് ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക, ടെമ്പറേച്ചർ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ. ദിസ് എ പോറിംഗ് ടെമ്പറേച്ചർ, ദിസ് ഈസ് എ ലിക്വിഫേഷൻ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ, ദാറ്റ്സ് എ സോൾഡിഫിക്കേഷൻ കംപ്ലീഷൻ TS, ആൻഡ് ദിസ് ഈസ് എ ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാകുന്നത്, വേരിയേഷൻ ഉണ്ടാകും. ദിസ് എ കേസ് ഓഫ് അലോയ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ലിക്വിഡ് സ്ട്രിങ്കേജ് ഉണ്ടാവും, സോൾഡിഫിക്കേഷൻ സ്ട്രിങ്കേജ് ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, സോളിഡ് സ്റ്റേറ്റ് സ്ട്രിങ്കേജും ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഒരു കാസ്റ്റിംഗ് സിസ്റ്റം ഞാൻ കാണിച്ചേക്കാം, ഒരു മോൾഡിംഗ് സിസ്റ്റം കാണിച്ചേക്കാണ്. ഇവിടെ നമുക്ക് മോൾട്ടൺ മെറ്റൽ എപ്പോഴും പോർ ചെയ്യുന്നത് ഈ വഴിയായിരിക്കും. സോ ഈ എലമെൻറ്റിനെ, ഇത് കുറച്ച് ഗേറ്റിങ്ങിൻ്റെ പോർഷനിലുള്ള എലമെൻറ്റ്സ് ആണ്, ഇതിനെ നമ്മൾ സ്പ്രൂ എന്ന് പറയും. സ്പ്രൂ വഴിയായിരിക്കും നമ്മൾ മോൾട്ടൺ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് വിൽ കം ടു ദ മോൾഡ് ക്യാവിറ്റി. സോ ഇവിടെ വന്ന ശേഷം എന്താ സംഭവിക്കുക, പോറിംഗ് ടെമ്പറേച്ചറിൽ നിന്ന് അത് പതുക്കെ എന്ത് ചെയ്യും, സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിലേക്ക് എത്തും. ദെൻ ആഫ്റ്റർ ഇറ്റ് വിൽ കൺവേർട്ട് ഓൺ ടു സോളിഡ് ഫേസ്, സോൾഡ് സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ ഗോ ടു ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡെഫിനറ്റ്ലി ആദ്യം ഇവിടുത്തെ മോൾഡിംഗ് സാൻഡുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴത്തേക്ക്, ബിക്കോസ് ഹൈ ഗ്രേഡിയൻറ്റ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഇവിടെ സംഭവിക്കാൻ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വളരെ പെട്ടെന്ന് നടക്കും. അതിനനുസരിച്ച് ഇവിടെ എന്തുണ്ടാവും, സോൾഡിഫിക്കേഷൻ നടക്കും. സോ അറ്റ് ദ ടൈം ഓഫ് സോൾഡിഫിക്കേഷൻ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു സോൾഡിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അതേപോലെ ലിക്വിഡ് സ്ട്രിങ്കേജും നടക്കുന്നുണ്ട്. ഈ ലിക്വിഡ് സ്ട്രിങ്കേജ് നടക്കുന്ന സമയത്ത് ഓൾവേസ് ദ മെറ്റൽസ് ആർ ആക്ച്വലി പ്രൊവൈഡഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ കാസ്റ്റിംഗ്. ഇവിടെ എന്തായിരിക്കും, റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചറിലായിരിക്കും ഉണ്ടാവാം. സോ ലിക്വിഡ് ഫേസിൽ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, സെൻട്രൽ പോർഷൻ ഉണ്ടാവും. അതേസമയത്ത് മോൾഡിൻ്റെ സർഫസുമായിട്ട് കോൺടാക്ട് വരുന്ന പോർഷൻ എന്തായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, സോൾഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ സോൾഡ് സിങ്ക് കോൺട്രാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് മോർ മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ്. കാര്യം ആലോചിച്ച് നോക്കി, വളരെ ദൂരെ ഇരിക്കുന്ന ലിക്വിഡ് മെറ്റീരിയൽ അടുത്തടുത്ത് കോമ്പാക്റ്റിലേക്ക് വരുമ്പോൾ അവിടേക്ക് എന്ത് ചെയ്യണം, മോർ മെറ്റീരിയൽ അഡീഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴും അവരെന്തോ കോമ്പാക്ഷനിലേക്ക് വരുന്നത്. സോ ആ സമയത്തേക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ലിക്വിഡ് സ്റ്റേജിലുള്ള ഇന്നർ അല്ലെ കോർ പോർഷൻ ആയിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുക, ദ ഫൈനൽ പ്രോഡക്റ്റിൽ ദ സെൻറ്റർ വിൽ ബി മോർ പോറസ്. കുറേ എന്ത് ചെയ്യാം, മെറ്റീരിയൽ എന്ത് സംഭവിച്ചത്, അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു, നടുക്ക് എന്ത് ചെയ്യും, കുറേ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ കാസ്റ്റിംഗ് വിൽ ബി മോർ ഡിഫക്റ്റീവ് വൺ. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും ഇൻറ്റേർണൽ ഫ്ലോസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഈ സമയത്ത് നമുക്ക് ലിക്വിഡിൽ, അതായത് കാസ്റ്റിങ്ങിൽ വേണ്ടി ഒഴിച്ചു കൊടുത്ത മോൾട്ടൺ മെറ്റലിൽ നിന്ന് എടുക്കാതെ പകരം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, കുറച്ച് എക്സ്ട്രാ സർപ്ലസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു എലമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് എലമെൻറ്റ് ഈസ് എ റൈസർ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യും. സോ മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ദാറ്റ് വിൽ ഗോ ടു ദിസ് പോർഷൻ ഓൾസോ. എന്ത് ചെയ്യും, ഇങ്ങോട്ടും കൂടെ ഫില്ല് ചെയ്യും. അപ്പോൾ ക്യാവിറ്റിയിലേക്ക് ഒഴിച്ച സാധനം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് വരും. ഇവിടെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും മോസ്റ്റ് കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പോറിങ് ഓപ്പറേഷൻ നിർത്തുന്നത്. അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യം ഇവിടെ സോൾഡിഫിക്കേഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടേക്ക് സെൻട്രലിൽ നിന്ന് എന്ത് പറ്റും, ലിക്വിഡിൻ്റെ സപ്ലൈ ഉണ്ടാവും. ആ വോയിഡിലേക്ക് എന്തുണ്ടാവും, റൈസറിൽ നിന്നുള്ള സപ്ലൈ ഉണ്ടാവും. സോ അത് നമ്മൾ ഡിസൈനിൽ പഠിക്കും. എന്താ, ഈ റൈസറിലെ മോൾട്ടൺ മെറ്റൽ എപ്പോഴും എന്തായിരിക്കും, ആഫ്റ്റർ ദ കാസ്റ്റിംഗ് സോൾഡിഫിക്കേഷൻ എന്ത് ചെയ്തുള്ളൂ, ഇതിന് സോൾഡിഫിക്കേഷൻ നടക്കത്തുള്ളൂ. അങ്ങനെ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അത് റൈസർ ഡിസൈൻ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിക്വിഡ് സ്ട്രിങ്കേജിലും അതേപോലെ തന്നെ സോൾഡിഫിക്കേഷൻ സ്ട്രിങ്കേജ് സമയത്തും നമുക്ക് ആവശ്യമായ സർപ്ലസ് മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, റൈസറാണ്. അപ്പോൾ റൈസറിൻ്റെ ഒരു ഡ്യൂട്ടി അതാണ്, ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് മെറ്റൽ ഫോർ ദ ലിക്വിഡ് സ്ട്രിങ്കേജ് ആൻഡ് സോൾഡിഫിക്കേഷൻ ടൈം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, മെറ്റൽ
പ്രൊവൈഡ് ചെയ്യുന്ന ജോലി ആർക്കുണ്ട്? റൈസറിനുണ്ട്. എന്നാൽ അത് സോളിഡ് സ്റ്റേറ്റിലുള്ള ശ്രിങ്കേജ് നടക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എവിടുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, റൈസറിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാര്യം അപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞു. റൈസറിലുള്ള മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും? പതുക്കെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ സോളിഡ് ടൈമിലെ ശ്രിങ്കേജ് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും അലവൻസ് കൊടുക്കുന്ന ഏതിലേക്കാണ്? പാറ്റേണിലേക്കാണ്. സോ പാറ്റേണിൽ ആവശ്യമായ സൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കുള്ള സോളിഡ് ശ്രിങ്കേജ് കോമ്പൻസേഷൻ നടക്കും. അപ്പോൾ പാറ്റേണിലുള്ള അലവൻസ് നമ്മൾ ശ്രിങ്കേജ് അലവൻസ് കൊടുക്കുന്നത് പാറ്റേണിൽ കൊടുക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ സോളിഡ് ശ്രിങ്കേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ദാറ്റ്സ് എ ഡ്യൂട്ടി. സോ ദാറ്റ് സോളിഡ് ശ്രിങ്കേജ് അലവൻസസ്. അപ്പോൾ ആ ശ്രിങ്കേജ് അലവൻസ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, ദാറ്റ് വിൽ ഓൾവേസ് ഇൻ mm/meter. സോ ഇവിടെ കുറച്ച് മെറ്റൽസിൻ്റെ ശ്രിങ്കേജ് വാല്യൂസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വൈറ്റ് മെറ്റൽ വളരെ ചെറിയ വാല്യൂ ഉള്ളൂ അതിന് ശ്രിങ്കേജ്, ദാറ്റ് ഈസ് അറൗണ്ട് 5 mm/meter. ഓക്കെ, ഒരു മീറ്ററിന് 5 mm വേരിയേഷൻ ഉണ്ടാവും. നെക്സ്റ്റ് വൺ വി ഹാവ് ടു സ്റ്റഡി ദ കാസ്റ്റ് iron, that is 10 mm/meter. Then one thing, aluminium, that is 13 mm/meter. Then coming the brass is 15 mm/meter. Then copper, that's going to 17 mm/meter. Then steel is corresponding 20 mm/meter. Then lead and zinc have the highest shrinkage value. leadന് ഏകദേശം 23 mm/meter, അതേപോലെ സിങ്കിന് 24 mm/meter. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മാക്സിമം വാല്യൂ അല്ലെ ഹയസ്റ്റ് വാല്യൂ ഓഫ് സോളിഡ് ശ്രിങ്കേജ് ആർക്കാണ് ഉള്ളത്? സിങ്ക് ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്കിവിടെ നോട്ടായിട്ട് പറയാം. പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദ ഹയസ്റ്റ് പാറ്റേൺ വിൽ ബി ഓൾവേസ് ഫോർ സിങ്ക്. ഒരേ ഒബ്ജക്റ്റ് ഉണ്ടാകും, ഒരേ വോളിയം സൈസിലുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് മെറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ഹാവ് ദ മാക്സിമം സൈസ് ഓഫ് പാറ്റേൺ. സോ മാക്സിമം പാറ്റേൺ സൈസ് ഏത് മെറ്റലിനായിരിക്കും ഉണ്ടാവേണ്ടത്? സിങ്കിനായിരിക്കേണ്ടത്. സോ ദാറ്റ്സ് എ വൺ നോട്ട് വി ഹാവ് ടു കൺസിഡർ. ഇവിടെ നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂസ് ഡിസ്കസ് ചെയ്തു, പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ആണ് ഞാൻ പറയുന്നത്. മാക്സിമം പാറ്റേൺ സൈസ് എന്ന് പറയുന്നത് ആർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? സിങ്ക് മെറ്റൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ സ്റ്റീലിലാണെങ്കിൽ നമ്മൾ ഇത്രയും ചെറിയൊരു പാറ്റേൺ ഉണ്ടാക്കിയെങ്കിലും അതേ സമയത്ത് സെയിം ഇതാണ് നമ്മുടെ കാസ്റ്റ് പ്രോഡക്റ്റ്. സ്റ്റീൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 20 mm/meter എന്ന് പറയുന്ന ഒരു ശ്രിങ്കേജ് ഉണ്ടാകും. സോ ഇത് എന്തായി മാറും? ഇതായിട്ട് മാറും. അതേസമയം സിങ്ക് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ വലുത് ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് റെക്കോർഡ് വോളിയത്തിലുള്ള ഒരു കാസ്റ്റ് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ദാറ്റ്സ് എ ഐഡിയ. സോ ഇവിടെ തന്നെ ഞാൻ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്യാണ്. അതേ സമയത്ത് ലിക്വിഡ് ശ്രിങ്കേജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മാക്സിമം ഫോർ അലൂമിനിയം. അലൂമിനിയത്തിനാണ് എന്തുണ്ടാവുക? ലിക്വിഡ് ശ്രിങ്കേജ് മാക്സിമം ഉണ്ടാകുന്നത്. ഹയർ വാല്യൂ ഓഫ് ലിക്വിഡ് ശ്രിങ്കേജ് ഫോർ അലൂമിനിയം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. റൈസർ ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം സൈസ് ഓഫ് റൈസർ ആർക്കായിരിക്കും വേണ്ടത്? അലൂമിനിയം കാസ്റ്റ് പ്രോഡക്റ്റിനായിരിക്കും വേണ്ടത്. ഉള്ള മറ്റ് മെറ്റീരിയൽ നോക്കുമ്പോഴത്തേക്കും മറ്റുള്ളതിനെക്കാട്ടും വലിയ റൈസർ സൈസ് ആർക്കൂടെയാണ്? കാര്യം അലൂമിനിയമാണ്. കാര്യം ലിക്വിഡ് ശ്രിങ്കേജിൽ ആ സമയത്ത് മെറ്റൽ കോമ്പൻസേഷൻ കൊടുക്കുന്ന എവിടെ നിന്നാണ്? റൈസറിൽ നിന്നാണ്. സോ റൈസർ സൈസ് വിൽ ബി ഹയർ ഫോർ അലൂമിനിയം. അനദർ നോട്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അതേസമയത്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റീലിനാണ് എന്തുണ്ടാവുക? മാക്സിമം ശ്രിങ്കേജ് ഉണ്ടാവും. ശ്രിങ്കേജ് ലിക്വിഡും സോൾട്ടിഫിക്കേഷനും ശ്രിങ്കേജും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആർക്കാണ്? സ്റ്റീലിനാണ്. സോ മാക്സിമം അലവൻസസ് ഈസ് ഫോർ സ്റ്റീൽ. അത് ഓർത്ത് വെച്ചേക്കാം. മാക്സിമം അലവൻസ്, നോട്ട് സോളിഡ് അലവൻസ്. ശ്രിങ്കേജ് അലവൻസ് പറയാം. മാക്സിമം അലവൻസസ് എപ്പോഴും അലവൻസ് ആർക്കാണ്? സ്റ്റീലിനാണുള്ളത്. സോ പ്ലീസ് നോട്ട് ദാറ്റ്. സിങ്ക് ഹാവ് മാക്സിമം പാറ്റേൺ സൈസ്, അലൂമിനിയത്തിന് മാക്സിമം റൈസർ സൈസ് ആയിരിക്കും. ദെൻ ടോട്ടൽ അലവൻസ് നോക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? സ്റ്റീൽ. സോ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സൈസ് കുറച്ച് കൂടും, 30 minutes ആയപ്പോൾ തന്നെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പ്ലീസ്.